ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ടുണ്ടാക്കാവുന്ന ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പി നോക്കാം. അരി കുതിർത്താതെ അരയ്ക്കാതെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ചോറ് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഡ്രൈ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 കപ്പ് ചെറു ചൂടുവെള്ളമാണ്. ഇനി ഇതൊന്ന് അടിച്ചെടുക്കാം. ഒന്നടിച്ചെടുത്ത ശേഷം ഇതിലേക്ക് 1/4 കപ്പ് ചെറു ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒന്നുകൂടെ ഇതൊന്ന് അടിച്ചെടുക്കാം. 2-3 മിനിറ്റ് നന്നായി ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഇത്തിരി കട്ടയായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 2 മിനിറ്റ് ഒന്നുകൂടി അടിച്ചെടുക്കാം. ഇതിപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. 1 കപ്പ് അരിപ്പൊടിക്ക് ഏകദേശം 1.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അത് ഒറ്റയടിക്ക് ചേർത്ത് കൊടുക്കാതെ കുറേശ്ശെയായി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ അടിച്ചെടുത്ത ശേഷം ഇതൊരു വലിയ മിക്സിംഗ് ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ഫെർമെൻറ്റേഷന് വേണ്ടി 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. നന്നായി കവർ ചെയ്ത് തന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 1 മണിക്കൂറിന് ശേഷം ഇത് നന്നായി ഫെർമെൻ്റായി വരും. നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഏകദേശം 1.5 തൊട്ട് 2 മണിക്കൂർ വരെ ഫെർമെൻറ്റേഷൻ എടുക്കാറുണ്ട്. ഇവിടെ തണുപ്പായതുകൊണ്ട് ഇപ്പോൾ 1.5 മണിക്കൂർ എടുത്തു ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട്. ഇതിപ്പോൾ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഈ സമയത്ത് അപ്പച്ചട്ടി അടുപ്പിൽ വെച്ച് ഹീറ്റ് ചെയ്യാം. നന്നായി ഹീറ്റായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1.5 തവി മാവ് ചേർത്ത് കൊടുക്കാം. ചട്ടിയുടെ വലിപ്പം അനുസരിച്ചിട്ടാണ് കേട്ടോ മാവ് ചേർത്ത് കൊടുക്കേണ്ടത്. എന്നിട്ടിതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കാം. നന്നായി ഇതുപോലെ ചുറ്റിച്ചെടുത്ത ശേഷം ഇതൊന്ന് കവർ ചെയ്ത് വെക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടാണ് പാലപ്പം കുക്ക് ചെയ്തെടുക്കേണ്ടത്. 2-3 മിനിറ്റ് കൊണ്ട് തന്നെ പാലപ്പം റെഡിയായി കിട്ടും. നല്ല ക്രിസ്പി ആയിട്ട് അരിക് മുരിഞ്ഞു വന്നിട്ടുണ്ട്. നടുഭാഗം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പമാണ് റെഡിയായി കിട്ടിയിരിക്കുന്നത്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതുപോലെ തന്നെ 2 തവി മാവ് അപ്പച്ചട്ടിയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ചുറ്റിച്ചെടുക്കാം. ചുറ്റിച്ചെടുത്ത ശേഷം ഇതൊന്ന് കവർ ചെയ്ത് വെച്ച് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് നന്നായി കുക്ക് ചെയ്തെടുക്കണം. 2 മിനിറ്റ് ആകുമ്പോൾ തന്നെ പാലപ്പം കുക്കായി കിട്ടും. നല്ല ക്രിസ്പി ആകുന്നതിന് വേണ്ടി കുറച്ചുകൂടി സമയം വെക്കുന്നത് നല്ലതാണ്. സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് ഇഷ്ടമെങ്കിൽ 2 മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ മതിയാകും. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് അപ്പം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഈ മാവ് കൊണ്ട് ഏകദേശം 10 തൊട്ട് 12 പാലപ്പം വരെ റെഡിയാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ വരുന്ന ക്രിസ്മസിന് അരി കുതിർത്താതെ അരയ്ക്കാതെ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റിയ ഈ പാലപ്പം റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ്സ് അറിയിക്കാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.